ഈ മന്ത്രിമാരെന്ന് പറയാൻ മായാവികളാവാനല്ല പറയാം അധികാരത്തിൽ കയറ്റുന്നത്. ഏത് വ്യക്തികളായാലും, കേന്ദ്രമായാലും കേരളമായാലും. നമ്മളെ എന്തിനേയും രൂപയെ വഞ്ചിച്ചു. കൊല്ലക്കോടതിയിൽ 500 രൂപ മെഡിസിൻ അടിച്ച് 10 വർഷം കഴിയപ്പോൾ 20,500 രൂപ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നമ്മൾ ഒരുപാട് തവണ ഇവിടെ സ്ഥിരമായി സർക്കാരിനോട് അവരുടെ പരിദേവനങ്ങൾ പറഞ്ഞു കിടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെ കേരളം ഇന്നൊരു പുതിയ ചുവട് വെക്കുമ്പോൾ അവരും പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് സർക്കാരിന് മുന്നിൽ വരം കിടപ്പ് കിടന്ന ശശി എന്ന ചേട്ടനാണ്. ചേട്ടാ, പുതിയ പ്രതീക്ഷയുണ്ട്, അവിടെ നിന്ന് പോകാൻ പറ്റുമോ വീട്ടില്? ഞാൻ ബഹുമാനായ DIG വരെ ഓർഡർ തന്നു ഓറിയൻ്റെ കമ്പനിയുടെ പോയി സമരം ചെയ്യാൻ, നീതിക്ക് വേണ്ടി. 400 ദിവസം അവരവിടെ ഇട്ട് DIGയുടെ ഓർഡർ വരെ ലംഘനം നടത്തി ഹൈക്കോടതി പോയി 2 അംഗ ബെഞ്ചുകളെ കൊണ്ട് ആ ഓർഡർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ. കാരണം എനിക്ക് ബഹുമാന കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ് ഇരിപ്പിടത്തിരുന്നുകൊണ്ട് പറഞ്ഞു ഓറിയൻ്റെ 8.5 വർഷത്തിന് മുമ്പ് ഓറിയൻ്റെ കമ്പനിയെ വിളിച്ച് അയച്ചിട്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ തീർക്കാം, സന്തോഷമായി പോകുന്നു പറഞ്ഞ് തടവിട്ടിട്ട മന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ബഹുമാന പിണറായി സാറ്. ആ പിണറായി സാറ് കുറേ നാൾ കഴിഞ്ഞ് ഈ വയ്യാത്ത രോഗിയെ ബഹുമാന DIGയുടെ ഓർഡർ വരെയുള്ള രോഗിയെ ജലാസ്പുരി ഒമ്പാറോപ്പിൽ കൊണ്ടുപോയി ഫയൽ ചെയ്ത ആളാണ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി. കാരണം ഈ മന്ത്രിമാരെന്ന് പറയാൻ മായാവികളാവാനല്ല പറയാം അധികാരത്തിൽ കയറ്റുന്നത്. ഏത് വ്യക്തികളായാലും, കേന്ദ്രമായാലും കേരളമായാലും. നമ്മളെ എന്തിനേയും രൂപയെ വഞ്ചിച്ചു. കൊല്ലക്കോടതിയിൽ 500 രൂപ മെഡിസിൻ അടിച്ച് 10 വർഷം കഴിയപ്പോൾ 20,500 രൂപ. ഹൈക്കോടതിയിൽ എൻ്റെ തിരുവനന്തപുരം മെഡിക്കൽ ബോർഡിൻ്റെ 56% മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നൊന്നും അറിയത്തില്ല. എന്നെ ദൈവം ഓടിച്ച് എല്ലാ മേഖലകളും കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഫേമസായ ജഡ്ജിമാർ കേസ് 2 അംഗ ബെഞ്ചുകൾ വിളിച്ചിട്ട് അവർ ഉൾക്കൊണ്ടില്ല. അവിടെ പിന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, അവിടെ അവർ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കൊണ്ടുപോയി അവർ 6 കോടി രൂപ ക്ലെയിം ചെയ്തെന്ന് പറയാൻ 56% മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വരെ മേടിച്ച് വെച്ചുകൊണ്ട് അവിടെ വെച്ച് 40 ലക്ഷം രൂപ. ആ 40 ലക്ഷം രൂപ പോലും കോടതി സബ്ജക്റ്റ് ചെയ്തില്ല. 4/2/2012 ഫയൽ ചെയ്ത റിപ്പോർട്ട് മാറ്റിയിട്ട് 2013 ഒരു തട്ടിപ്പൂതി പ്രഖ്യാപിച്ച് ഹൈക്കോടതി 2 അംഗ ബെഞ്ചുകൾ 5 ലക്ഷം രൂപ താഴെ. കാരണം എനിക്ക് മരണശൈലി വരെ ജീവിക്കാനോ എടുക്കാനോ കഴിവില്ലാത്ത ഒരാൾ. ഞാൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു മണലുവാനിൽ. ഞാൻ 4000 രൂപയുടെ ജോലി ഡെയിലി ചെയ്യുമായിരുന്നു. 4 ലക്ഷം രൂപ KSB ചിട്ടി കൊടുത്താണ്. 4 ലക്ഷം എന്ന് പറയാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിൻ്റെ വെച്ച് 4 ലക്ഷം രൂപ KSB 10-15 ചിട്ടി ആ റിപ്പോർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളിയായിരുന്നു. 4 ലക്ഷം രൂപ KSB KSB ചിട്ടി കൊടുത്ത റിപ്പോർട്ട്. ഇപ്പോൾ ഇനി VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് സത്യസന്ധതയും നീതിയും പ്രകടിപ്പിക്കണമെന്ന് ഇത് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഈ രോഗിയുടെ വാർത്ത പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫോണിനകത്തൊന്നും ചെയ്യാനറിയാം. എനിക്ക് നെറ്റ് ഫോണില്ല. പിന്നെ എൻ്റെ ഒരു ഫോണുണ്ട്. എൻ്റെ ഭാര്യയും മോളും മോനും എൻ്റെ വീട്ടിലുണ്ട്. അവത്തുങ്ങളെ കാലത്ത് പോയിട്ട് വിളിക്കും. എനിക്ക് നീതി കിട്ടണം. നമുക്ക് ആരും ഒരു മന്ത്രിമാരോ നമ്മുടെ സതീശൻ സാറൊക്കെ എന്ന് പറയുന്ന സത്യസന്ധൻ്റെ നീതിമാനുമാണ്. കാരണം അദ്ദേഹം നമ്മുടെ വിഷയം തീർക്കുമെന്ന് 100 വട്ടം എനിക്കറിയാം. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് പേർ VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാരിനോട് വേദനയോടെ ആവശ്യപ്പെട്ട ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അവർ കരുതുന്നത്. എന്തായാലും ഇത്തരക്കാരെയും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് കാണാൻ സാധിക്കട്ടെ. അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം.